പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുറേ കാലമായിട്ട് ഈ അടിത്തറയല്ല, എല്ലാവർക്കും ഇല്ല, ഒരു 6-1 പേർക്ക്, 1% ആൾക്കാർക്ക് മാത്രമേ ഗുണകരമായിട്ടുള്ള അവസ്ഥയുള്ളൂ. അതുപോലും സാമ്പത്തിക ബന്ധനം ഉണ്ടാകാനുള്ള കാര്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിന് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടാകുക, നട്ടലിന് ക്ഷതമുണ്ടാകുക, നട്ടലിൽ നിന്ന് കാലിൻ്റെ ഉപ്പൂറ്റിലേക്ക് വേദന ഉണ്ടാകുക. നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, മൃഗങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അതിങ്ങനെ പലതും പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. പറഞ്ഞു പോയത് അബദ്ധമായോ എന്നറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ DNA ചെന്നപ്പോൾ അവിടുത്തെ നമ്മുടെ എഡിറ്റർ സാബു പറഞ്ഞു, സ്വാമിക്കൊരു മറുപടി പറയേണ്ട ആവശ്യകതയുണ്ട്, കാരണം അത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഒരു ഗോപകുമാർ ആണെന്ന് തോന്നുന്നു. അറവുശാലകളിലെ മൃഗങ്ങളെ കൊല്ലുന്നവർ, ആട്, പശു, കോഴി, ഇവരൊക്കെ ധനവാന്മാരായി സുഖമായി ജീവിച്ച് മരിക്കുന്നു. നമ്മൾ തന്നെ കോഴിക്കടയിൽ ചെന്ന് കോഴിയെ തിരഞ്ഞെടുത്ത് കൊന്നു വാങ്ങി വീട്ടിൽ വന്ന് കറി വെച്ച് കഴിക്കുന്നു. പുരാണം പറയുന്നു, കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന്. വിദേശ രാജ്യങ്ങളിൽ സർപ്പത്തെ കൊന്നു തിന്ന് ചോര വരെ ജ്യൂസായി കുടിക്കുന്നു. അവർക്കൊന്നും സർപ്പശാപമില്ല. ഒന്നുമല്ല, ഇതൊക്കെ നമ്മുടെ സങ്കല്പമാണ്. സ്വാമി വിവേകാനന്ദൻ മരണദിവസം മത്സ്യക്കറി കഴിച്ചു. നമ്മൾ തമ്മിൽ ഷോയിൽ സ്വാമി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇതാണ് ഒരു കത്ത്. ഇതൊന്നും നമ്മൾ തമ്മിൽ ഷോയിൽ പറയാനുള്ളതല്ലല്ലോ. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഷോ എന്താണ്? വിശ്വാസമുള്ളവരെയും വിശ്വാസമില്ലാത്തവരെയും കൊണ്ടുവരുത്തി പരസ്പരം പിതാമഹന്മാരെ പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ, അല്ലേ? തർക്കശാസ്ത്രമാണത്. ഇതെന്താണ്? ഇതിനകത്ത് ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ടുള്ളതല്ലേ. ഈ 1-2 പേര് കോഴി തിന്നുന്നതും കോഴിയെ കൊല്ലുന്നതും മൃഗങ്ങളെ കൊല്ലുന്നതും നാഗങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ, അവർ അനുഭവിക്കുന്ന പാപങ്ങൾ, ദുരിതങ്ങൾ, ഹൈന്ദവ സങ്കല്പങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു ബോധവൽക്കരണം നടത്തി എന്നുള്ളതാണ്. വിശ്വാസമില്ലാത്തവർക്ക് കൊല്ലാം, തിന്നാം. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പരശുരാമ മഹർഷി കേരളത്തിൻ്റെ സൃഷ്ടിയോടൊപ്പം തന്നെ നാഗങ്ങൾക്ക്, കമ്പലൻ എന്ന് പറയുന്ന നാഗങ്ങൾക്ക് പതിച്ചു കൊടുത്താണ് കേരളം, ഭൂമി. നാഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഭൂമി, അല്ലേ? അപ്പം കേരളത്തിലെ നാഗങ്ങൾ, ഭണമുയർത്തിയ നാഗങ്ങൾ ദൈവിക സങ്കല്പങ്ങളാണ്. ഹൈന്ദവതയിൽ തന്നെ എല്ലാ ദൈവങ്ങളുടെയും പിന്നിൽ നാഗസാന്നിധ്യം കാണിക്കും. നാഗത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ എന്തിനാണ് പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ എംബ്ലം 2 ഇണനാഗങ്ങളെ വെച്ചിരിക്കുന്നത്, അല്ലേ? പല ഭൂപ്രകൃതിയിലും പല തരത്തിലുള്ള ജന്തുക്കൾ ജീവിക്കുകയും അതിനെ ചിലതിനെ കൊല്ലുകയും തിന്നുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥകൾ. നമ്മുടെ കോഴിക്ക് കിലോ വയ്ക്കാനായിട്ട്, ഇറച്ചിക്കോഴി ഉണ്ടാക്കാനായിട്ട് അതിനകത്തൊരു പോയിസൺ കുത്തിവയ്ക്കുന്നുണ്ട്. അത് വിഷം തന്നെയാണ്. അത് ക്യാൻസർ ബാധ ഉണ്ടാക്കും. ധാരാളം ചിക്കൻ കഴിയുന്നവർക്ക് ഉദരരോഗം വരും, ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടാകും. കാരണം അത് വെള്ളം അവർ കുത്തി നിറയ്ക്കുന്നത് കോഴിക്ക് ഭാരം കൂടാനായിട്ട് ഉണ്ടാക്കുന്നതാണുള്ള കാര്യം തിന്നുന്നവർക്കും കൊല്ലുന്നവർക്കും ഒക്കെ അറിയാം. എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ചെടികളെ നശിപ്പിക്കുന്നത്, ചെടികളെ വെട്ടി നശിപ്പിക്കുന്നത്. എന്നാൽ മരം മുറിക്കാരെ കുറിച്ച് ചോദിക്കും. നിങ്ങൾ മരം മുറിക്കാരുടെ 2 തലമുറ മുമ്പ് മരം മുറിച്ച് തടി വ്യവസായം നടത്തി മോഢംബരമായി ജീവിച്ചെന്നവരുടെ 3ാം തലമുറയും അതിനിപ്പുറത്തുള്ള തലമുറയും ഒക്കെ എടുത്തു നോക്കൂ. 100% വംശത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. ഞാനിതൊന്നും ഉണ്ടാക്കി പറയുന്നതല്ലല്ലോ. ദോഷദുരിതങ്ങളുമായിട്ട് എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാനതിനുള്ള പരിഹാരങ്ങൾ നോക്കുമ്പോൾ അതാ ഇന്ന കുടുംബത്തിൽ ഇന്നങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു. എന്താണ്? വീടിൻ്റെ മുമ്പിൽ നിന്ന ഒരു തെങ്ങ്, ഇഷ്ടം പോലെ തേങ്ങ കൊടുത്തിരുന്ന ഒരു തെങ്ങ് മുറിച്ച് ഒരാൾക്ക് വരുന്ന ദുരിതമുണ്ട്. ആ മുറിച്ചിട്ട് ആൾക്ക് വന്ന ദുരിതമുണ്ട്. നമ്മൾ ഈ പലതുമൊക്കെ ഒരു വിശ്വാസമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ ചുമ്മാതാണെന്ന് പറഞ്ഞ് കളഞ്ഞാൽ ഒന്നുമില്ല, അല്ലേ? പക്ഷേ ഇതൊക്കെ ആന്തരികമായിട്ടുള്ള ഒരുപാട് അർത്ഥമുണ്ട്. ഒരാൾ പരസ്പരം ശത്രുത കാരണം പരസ്പരം ശത്രുതയുണ്ടായി, അടുപ്പമുണ്ടായിരുന്ന 2 പേര് തമ്മിൽ ശത്രുതയുണ്ടായപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, അവനെ ചെടികളെ സ്നേഹിക്കുന്നവരാണ്, മരത്തിനെ സ്നേഹിക്കുന്നവരാണ്. ഒരു പൂ കൊഴിഞ്ഞു പോയാൽ പോലും അയാൾക്ക് നൊമ്പരമുണ്ടാകും. അതുകൊണ്ട് നിങ്ങളെന്ത് അയാളെ ചെടികളെ മുഴുവൻ നശിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അവർ കുറേ ഉപ്പും വെള്ളവും കൂടെ കൊണ്ടുവന്നിട്ട് ഒഴിച്ചു. ആ ചെടി 7 ദിവസത്തിനകം ആ ചെടിയുടെ അടിവേര് വരെ കരിഞ്ഞു പോയി. 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒടുവിൽ എന്തായി? ഈ സ്ത്രീയുടെ 2 കാലും മന്ദരോഗം വന്ന് അതിൻ്റെ ഇല പഴുത്തു പോയതുപോലെ, ചെമ്പകം ഏതെന്നുള്ള ഏതോ ചെടിയാണ്,
കുറേ ജമന്തി ഒക്കെ വെച്ചിരുന്ന കുറേ സാധനങ്ങളാണ്. അതെല്ലാം ഈ ചെറിയ 2 കാലും മന്ദരോഗം വരും, ഉദരരോഗം വന്ന് വയറ് പൊട്ടി മരിക്കും ആ സ്ത്രീ. എന്നിട്ട് അവർ ആ സമയത്ത് പറഞ്ഞത്, എന്നിട്ട് അവരുടെ മക്കൾ എന്നോട് പറഞ്ഞു, സ്വാമി ഈ അമ്മ രാത്രി കിടന്നിട്ട് എന്തോ ഒരു പൂവിൻ്റെ മണം വരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, പൂവിൻ്റെ മണം വരാൻ നിങ്ങളുടെ അടുത്ത് വല്ലതും പാലമരം വല്ലതും നിൽപ്പുണ്ടോ, ചെമ്പകം വല്ലതും നിൽപ്പുണ്ടോ, അത്തരത്തിലുള്ള മരങ്ങൾ വല്ലതും നിൽപ്പുണ്ടോ? അത് മാത്രമല്ല, ഈ ഉപ്പ് ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിവേര് ജീർണിച്ചു പോകും. ആ ഒരു തളർത്ത് പൂത്തു നിൽക്കുന്ന ഒരു മരത്തിനെ നശിപ്പിക്കാൻ, മനുഷ്യനോടുള്ള പക കൊണ്ട് നശിപ്പിക്കുമ്പോൾ 100% ശരീരം പുഴുവെടുക്കും. അതുപോലെ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ളതാണ്. വയറ് പൊട്ടി ഉദരരോഗം വന്ന് മരിക്കും ആ സ്ത്രീ. വളരെ ക്രൂരമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ചെടികളെ നശിപ്പിക്കുക. അപ്പോൾ അവരുടെ മരുമകൾ ചെടികൾ വെച്ച് നട്ടു. ചെടികൾ നട്ടപ്പോൾ മോനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടും മരുമകളോടുള്ള മകൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ടും അവളെ വേദനിപ്പിക്കാനായിട്ട് ചെയ്തതാണ്. എല്ലാം ഉപ്പുവെള്ളം ഒഴിച്ചും ഉപ്പിട്ടും നശിപ്പിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് പറയുമോ? ഈ സ്ത്രീ ഒരു കിടപ്പ് കിടന്നു. എന്നിട്ട് ഈ മരുമോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോക്കാൻ. എങ്ങനെയാണോ അതിൻ്റെ ഇല പഴുത്തു വീണത്, അതേപോലെ ഈ സ്ത്രീ പഴുത്തുപോയി എന്നുള്ളതാണ്. അവരുടെ ശരീരാവയവങ്ങൾ മുഴുവൻ പഴുത്തുപോയി. നമ്മുടെ ജീവജാലങ്ങളെ നശിപ്പിക്കുമ്പം അത് വളരെ സൂക്ഷിച്ച് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് ഞാൻ പറയുന്നത്. വേണ്ടവർക്ക് സ്വീകരിക്കാം, വേണ്ടാത്തവർക്ക് അത് ഉപേക്ഷിക്കാം. ഇത് ആരെയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നതല്ലോ. നമുക്ക് ഒരാൾക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയാണെങ്കിൽ നമ്മളല്ലെങ്കിൽ തന്നെ ശരീരം നശിച്ചു പോകുന്ന ശരീരം എന്ന് ഞാൻ എന്നും പറയുന്ന പോലെ രോഗദുരിതങ്ങൾ ഉണ്ടാകുന്ന ശരീരം മരുന്ന് കൊടുത്ത് വീണ്ടും അതിനെ രോഗാവസ്ഥയിലാക്കും ഡോക്ടർമാർ, ഇല്ലേ? ഈ അടുത്ത കാലത്ത് ഒരാളുടെ മുട്ടിന് ഒരു പ്രശ്നമുണ്ടായി. ഒരു ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പം ആദ്യം അവനെയൊക്കെ ഒന്ന് അളന്ന് നോക്കും. ചെറിയ മരുന്നുകളൊക്കെ എഴുതി കൊടുത്ത് പണം അടയ്ക്കാൻ പറ്റുന്ന ആളാണോ എന്നൊക്കെ നോക്കിയിട്ട് ആ മുട്ട് ഓപ്പറേഷൻ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് മുട്ടങ്ങ് മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു. എത്രയോ ലക്ഷം രൂപ അയാൾ അമ്പം വിട്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, അമ്മയില്ലേ? അവസാനം ഇവിടെ തിരുവനന്തപുരത്ത് CBN കളരി എന്ന് പറയുന്ന വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യ മർമ്മ ചികിത്സയുടെ ഒരു സ്ഥലമുണ്ട്. കളരി സംഘമാണ്. ഒരെണ്ണ കൊടുത്തു, 150 രൂപയുടെ ഒരു എണ്ണ. മുട്ടിനൊരു കുഴപ്പമില്ല. അവരെഴുന്നേറ്റ് ഓടി നടക്കുന്നു. മുട്ട് മാറ്റി വയ്ക്കാൻ 40 ലക്ഷം രൂപയെ. എത്ര ലക്ഷം രൂപ? ഈ ഡോക്ടർമാർ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഈ മരുന്ന് കമ്പനിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് മരുന്ന് എഴുതുമ്പോൾ മരുന്ന് കമ്മീഷനായി കിട്ടും. പക്ഷേ ഇതെല്ലാം തലമുറകൾ, മക്കളുടെ മക്കൾ, അതാ 3-ാം തലമുറ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റണം. എല്ലാ ഡോക്ടർമാരെല്ലാം ഞാൻ പറയുന്നത്. നമ്മൾ മരുന്നിന് വേണ്ടിയിട്ടും ബിസിനസ് ഉണ്ടാക്കാനും പണമുണ്ടാക്കാനും ആശുപത്രിക്ക് ലാഭം ഉണ്ടാക്കാനും വേണ്ടി ഡോക്ടർമാരുണ്ടാക്കുന്ന, ഞാൻ തന്നെ തിരുവനന്തപുരത്തൊരു ദന്ത ഡോക്ടർ, നമ്മുടെ കലാകുമുദ്ര റോഡിലൊരു ദന്ത ഡോക്ടറാണ്. അദ്ദേഹം ഡയബറ്റിക്കിന് ചികിത്സിക്കും. ബ്ലഡ് എടുക്കും, 3000 രൂപ. പരിശോധനയൊന്നുമില്ല, ബ്ലഡിൻ്റെ റിസൾട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞാണ് 2-3 പ്രാവശ്യം. ഈ അടുത്ത കാലത്തും ഒരാൾ എന്നോട് പറഞ്ഞു. എന്നിട്ട് മൊഞ്ചാരോ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഡയബറ്റിക്കിന് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു മരുന്നാണ്. നമ്മളൊരു 10 കിലോ പോവും, പക്ഷേ നമ്മുടെ എല്ലാ സിസ്റ്റവും കൺട്രോളാകുന്ന മെഡിസിൻ. അത് ഒരു 4-5 തവണ ഒരു മാസം എടുക്കുന്നതിന് 10-12,000 രൂപയുള്ളൂ. പുള്ളി ഒരു തവണ എടുക്കുന്നതിന് മേടിക്കും 12,000 രൂപ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ 2-3 പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ട് പോലും ഡയബറ്റിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ മനുഷ്യൻ, ഈ ഡോക്ടർ, ഇതൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇല്ലേ? ഈ ഡോക്ടർ ഒരു പ്രാവശ്യം എടുക്കുന്നതിന് 12,000 രൂപ മേടിക്കും. വെറുതെ ഇഞ്ചക്ഷൻ ബ്ലഡ് എടുത്തിട്ട് പരിശോധിച്ച് 3,000 രൂപ മേടിക്കും. അപ്പോൾ ഡോക്ടർമാരെ, ഈ പ്രിയപ്പെട്ട ഡോക്ടർമാരെ, ഇതൊക്കെ ദൈവതുല്യമായാണ് മനുഷ്യൻ രോഗദുരിതങ്ങളാൽ വലഞ്ഞ് മനുഷ്യൻ്റെ ഈ ദൈവത്തിൻ്റെ അടുത്തിട്ട് വരുമ്പോൾ നിങ്ങൾ ഈ ലാബുകാരെ നന്നാക്കാനും ലാഭത്തിൽ നിന്നുള്ള കമ്മീഷനും പിന്നെ എക്സ്റേക്കാരുടെ കയ്യിൽ നിന്നുള്ള കമ്മീഷനും ഈ മരുന്ന് കമ്പനിക്കാരുടെ കയ്യിൽ നിന്നുള്ള കമ്മീഷനും ഇതെല്ലാം ഉപരി കിട്ടുന്ന ശമ്പളത്തിന് ഇത്ര ലിമിറ്റ് കൊടുക്കുമ്പം അത്രയും പൈസയും കൂടി ഈ പാവപ്പെട്ടവനെയൊക്കെ എടുത്തിട്ട് ഇത് ചെയ്യുന്നത് ദ്രോഹമല്ലേ? ഈ അടുത്ത കാലത്ത് ടീച്ചർ ആശുപത്രിയിൽ എപ്പോഴും എന്നെ കല്യാണം കഴിക്കുന്ന എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഒരിടത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ അവിടെ വെന്റിലേറ്ററിൽ വെച്ച് പൈസ മരിക്കും എന്ന് ഉറപ്പാണ്. വെന്റിലേറ്ററിൽ വെച്ചാൽ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ വെന്റിലേറ്ററിൽ വെച്ച് പൈസ മേടിക്കും. പലർക്കും കൊടുക്കാൻ പണം ഉണ്ടാവില്ല. അങ്ങനെ ആരുടെയോ വെന്റിലേറ്റർ ടീച്ചറെ മനസ്സ് വിഷമിച്ച് ആ ബോഡി വിട്ടുകൊടുത്തതിന് ആ ശമ്പളത്തിൽ പിടിച്ചു. എത്രയോ മാസത്തെ ശമ്പളം കൂടെ ജോലി ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്.
അങ്ങനെ മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യരായി പോകരുതല്ലോ നമ്മൾ. ഇങ്ങനെ ആയിപ്പോണല്ലോ ഒരു മനുഷ്യൻ്റെ ബോഡി പിടിച്ചു വെച്ചിട്ട് വെന്റിലേറ്ററിൽ കയറ്റി വെച്ച് മരിക്കും എന്ന് പറഞ്ഞിട്ട് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ മുതലാളിമാർ. അതപ്പോൾ കണ്ടില്ലേ, കുറേ വലിയ നമ്മുടെ വിലപ്പെട്ട ഒരുപാട് ആശുപത്രികളിലെ കിഡ്നിയെ ആൾക്കാരുടെ അവയവങ്ങൾ അടിച്ചു മാറ്റുന്നത്. എങ്ങനെ വിശ്വസിച്ചാണ് ഈ ഡോക്ടർമാരെ നിങ്ങൾ? ഞാനിതൊക്കെ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. മൂന്നാം തലമുറ മക്കളുടെ മക്കൾ, അതും കഴിഞ്ഞ് നമ്മളുടെ ഒരു അവസ്ഥയുണ്ട്. ഏത്? വാർദ്ധക്യാവസ്ഥ. അങ്ങനെ പോയാൽ പണമൊക്കെ ഇഷ്ടം പോലെ ബാങ്കിൽ കാണും, ഇഷ്ടം പോലെ പണം ബാങ്കിൽ കാണും. ഈ പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യുന്ന ഡോക്ടർമാർക്ക് എല്ലാവരും ഇല്ല, ഞാനത് പറയാം. ഒരു ചെറിയ ശതമാനം ഡോക്ടർമാർ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം വല്ല റഷ്യയിലൊക്കെ പോയിട്ട് MBBS ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഒരു ടെസ്റ്റൊക്കെ എഴുതി പാസ്സായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഡോക്ടറായി വേറെ 2 ഡോക്ടർമാരെ വിളിച്ചു പണം ഉണ്ടാകും. പക്ഷേ പണം ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പൈശാചികമായ ഒരു ശക്തിയാണെന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ മുമ്പിൽ വരുന്ന ഓരോരോ അനുഭവങ്ങൾ, പ്രശസ്തമായ കുടുംബങ്ങളിൽ പോയി മക്കളെ, അച്ഛൻ ഡോക്ടറാണെങ്കിൽ മക്കളെ ഡോക്ടറാക്കണം, കൊച്ചുമക്കളെ ഡോക്ടറാക്കണം, ഡോക്ടറാക്കി പഠിപ്പിക്കണം, കോട്ടും ടെലസ്കോപ്പുമായിട്ട് അതുവഴി പോകണം. ഒരു രോഗത്തെക്കുറിച്ചോ രോഗികളെക്കുറിച്ചോ എന്ന് യാതൊരുവിധ ധാരണകളും ഇല്ലാതെ പണമുണ്ടാക്കാനുള്ള ഒരു മാധ്യമമായി ഈ ഒരു രോഗാവസ്ഥകൾ. കാരണം നല്ല എളുപ്പമാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? അവൻ മരിക്കാതിരിക്കുക അല്ലേ? അതല്ലേ ഒരു എത്ര കാലം, എത്ര മോശമായ ആരോഗ്യാവസ്ഥയുള്ള ആളും ചിന്തിക്കുന്നത് എനിക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും, ജീവിതകാലം മൊത്തം ദുഃഖമാണ്, നടക്കാൻ ഒരു അടി മുമ്പിലോട്ട് വയ്ക്കാൻ പറ്റില്ല. ചെയ്ത പാപങ്ങളെല്ലാം കൂടെ ദുരിതപ്പെട്ടതുപോലെ ചെടിയെ നശിപ്പിച്ചതും മറ്റോ സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും ഒക്കെ തള്ളിപ്പറഞ്ഞവരും നശിപ്പിച്ചവരും ദ്രോഹിച്ചവരും ഒക്കെ ഉള്ള ശാപങ്ങളില്ലേ അല്ലേ? ഒരു ദൈവവും രക്ഷിക്കില്ല. അത് വളരെ സത്യമാണ്. നമ്മൾ സത്യസന്ധമായ മാർഗത്തിലൂടെ പോയില്ലെങ്കിൽ ഒരു ദൈവവും നമ്മളെ രക്ഷിക്കില്ല. ഒരു നക്ഷത്രക്കാർക്കും ഒരു സ്വാമിമാർക്കും ഒരാളെയും രക്ഷപ്പെടുത്താനും പറ്റില്ല. സ്വാമിമാരുടെ അവസ്ഥാന ദയനീയമാണ്. അങ്ങനെയാണ് ഞാനിത് പറയുന്നത്. എന്താണ് ഞാൻ പറയുന്നത്? ഓരോ മനുഷ്യരും ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ, പണമുണ്ടാക്കാൻ പലിശയ്ക്ക് കൊടുക്കുന്നവർ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, എന്നാൽ പിന്നെ ഇവിടെ ഒരു വലിയ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ സാമ്പത്തിക ഫിനാൻസ് കമ്പനി ഉണ്ടല്ലോ, അവർക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഒരാളുടെ പ്രശ്നങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സ്വാമിക്ക് എന്തെല്ലാം ഇവിടെ വന്നിരുന്ന് വൈകുന്നേരം DNA ഇതൊക്കെ പറയുന്നു. സ്വാമിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഓരോരുത്തർക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. ഉറുമ്പിന് അരിയാണ് ഭാരം, ആനയ്ക്ക് തടിയാണ് ഭാരം. നമ്മളെ ഒരു ഫ്രെയിമിട്ട് പുറത്ത് നിന്ന് നോക്കുമ്പം ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരാളെ വിട്ട് അടുക്കുമ്പോൾ ഇല്ലേ, അടുത്തടുത്ത് ചെല്ലുമ്പോഴാണ് അവൻ്റെ ദുഃഖദുരിതങ്ങൾ, പരിഹാരമില്ലാത്ത ദുഃഖദുരിതങ്ങൾ, എന്നോ ഒക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഇതല്ലേ. ഇപ്പോൾ ഒരു പരിധി വരെ ഡയമണ്ട്സ് ഇട്ടാൽ തീരുമെന്നാണ് ചിലർ വിചാരിക്കുന്നത്. സ്വാമി പറയുന്ന സ്വാമിയുടെ മകനാണെന്ന് തോന്നുന്നു, ഒരാളിരുന്ന് ഇങ്ങനെ ഡയമണ്ട്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമല്ലോ. അപ്പോൾ ഈ രോഗദുരിതങ്ങൾക്ക് പണം ഉണ്ടാകാനൊക്കെ നമുക്കൊരു ഡയമണ്ട് വസ്തു എല്ലാം കൂടെ വിറ്റ് പറക്കി ഒരു ഡയമണ്ട് ഇട്ടാൽ നമുക്ക് ശരിയാവൂ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല അല്ലേ. എല്ലാം തന്നെ അത് ഒരു പരിധി വരെ ഡയമണ്ട്സ് ഇടുന്നത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്, ഏറ്റവും പവിത്രമാണ്. അത് ഏറ്റവും അനുയോജ്യമായ രത്നങ്ങൾ ധരിക്കുന്നത്, എല്ലാവർക്കും രത്നങ്ങൾ ധരിക്കാൻ പറ്റില്ല. ധരിക്കുന്നത് അവരുടെ ശാരീരികമായിട്ടുള്ള അവശതകൾക്കും മാറ്റങ്ങൾക്കും ഒക്കെ ഒരുപാട് പ്രയോജനകരമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള പല പ്രശസ്തമായ ജ്വല്ലറികളിലും നിൽക്കുന്ന കല്ല് സിന്തറ്റിക് അല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. 2, ഈ കല്ലുകൾ എല്ലാ ജ്വല്ലറിയിലും ഒക്കെ തന്നെ ഓരോ പണ്ഡിതന്മാരിപ്പുണ്ട്. എല്ലാവരും പണ്ഡിതന്മാരാണ്. നമുക്ക് പാണ്ഡിത്യം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയൊന്നും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് പ്രശ്നമില്ല. ജ്യോതിഷം അറിയത്തില്ല, കല്ലിനെക്കുറിച്ചും അറിയത്തില്ല, ഒന്നിനെക്കുറിച്ചും അറിയാത്തതുകൊണ്ട് താന്ത്രിക കർമ്മങ്ങളെക്കുറിച്ചൊക്കെ ധാരണയൊക്കെ ഉണ്ടെന്നുള്ള, അല്ലാതെ അതിനെക്കുറിച്ചൊന്നും ഇന്നത് ചെയ്താൽ ഇന്നത് പ്രയോജനം ഉണ്ടായേക്കാം എന്നറിയാം, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെ. ഇതൊക്കെയാണോ, ഇതൊക്കെ ഇപ്പം എല്ലാം ശരിയാക്കി തരാം എന്നുള്ളതൊന്നുമില്ല. ചില കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ മനസ്സിലാക്കി, നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില ചെറിയ കാര്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ, ഇന്നതൊക്കെ ആണെങ്കിൽ ഇന്നതൊക്കെ ചെയ്താൽ ഒരു പരിഹാരം ഉണ്ടായേക്കാം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നോക്കും. അതൊക്കെ ഒരു 25% ഫലിച്ചാലും മതി, കുറേയൊക്കെ മാറ്റങ്ങൾ വരാം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ഈ മനുഷ്യൻ നന്മയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഈ കടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
ഞാൻ അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോകുന്നത് കൊണ്ട് ഭാര്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതെന്തേ, ഭാര്യയ്ക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. നിങ്ങൾ മനുഷ്യ പോയി അധ്വാനിക്ക് പണം ഉണ്ടാക്കും, അല്ല നിങ്ങൾ 24 മണിക്കൂർ നാമം ജപിച്ചുകൊണ്ട് ഇരിക്കരുത്. ഞാൻ പറഞ്ഞത് ഭാര്യ പറഞ്ഞത് ശരിയല്ലേ? ഭാര്യ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എനിക്ക് ദൈവവിശ്വാസം കലശലായിട്ടുണ്ട്, എനിക്കൊരു ഉപാസകനാകണം. ഞാൻ പറഞ്ഞു ഉപാസകനായ നിങ്ങളെന്താണ് അവരെ കല്യാണം കഴിച്ചത്? ഒരു ഉപാസകനാകണമെങ്കിൽ അവൻ്റെ പൂർവ്വജന്മം നോക്കണം. പൂർവ്വജന്മം നോക്കിയിട്ട് അവൻ എന്തിനാണ് ഉപാസിച്ചിരുന്നത്, ആ ഉപാസിച്ച് അവനത് പൂർണ്ണമായ ജന്മമാണോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം. പലരും ഫോണിൽ കൂടെ എന്നാ ജപിച്ചോളൂ എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ കൊടുക്കണവരുമുണ്ട്. അവർക്ക് വല്ല നഷ്ടമുണ്ടോ? പ്രത്യങ്കര ജപിക്കാൻ പറഞ്ഞ 3 സ്ത്രീകൾ പ്രത്യങ്കര ജപിച്ചു യൂട്രസ് അടിച്ചു പോയി. അതായത് അല്ല എന്നായിരിക്കും ഇപ്പം ഞാൻ ഇത് പറഞ്ഞു. പിന്നെ യൂട്രസ് അടിച്ചു പോയി സ്വാമിയുടെ പ്രത്യങ്കര ജപിച്ചാൽ മതിയോ? ചില മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റമുണ്ട്. മന്ത്രം ജപിച്ചു എന്ന് പറഞ്ഞ് ഒന്നും ദൈവം കൊണ്ട് തരില്ല. തന്ത്രമാന്ത്രികങ്ങളെക്കുറിച്ച് അറിയാവുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മൾ ജപിക്കുന്ന നമുക്ക് സാധാരണ മന്ത്രങ്ങളൊക്കെ ജപിക്കാം. ഓം നമ ശിവായ ജപിക്കാം, ഓം ഗം ഗണപതയെ ഓം ഗം ഗണപതയെ നമഃ ജപിക്കാം, ഓം മജൽഭുവേ നമിക്കാം സുബ്രഹ്മണ്യന്, ഓം ശരവണഭവായ നമ ജപിക്കാം. അങ്ങനെയൊക്കെയുള്ള ലഘുമന്ത്രങ്ങൾ ജപിക്കാം. അല്ലാതെ ഈ യൂട്യൂബൊക്കെ നോക്കി കുറേ മാന്ത്രിക പുസ്തകങ്ങളും വാങ്ങിച്ച് കഠിനമായ ചിന്നമസ്തയും ബഹളാമുഖിയും പ്രത്യങ്കരയും വാർത്താളിയും ഒക്കെ ജപിച്ചാൽ ശരീരം അടിച്ചു പോവും, ആട്ട് നിന്നു പോവും. ഞാൻ പറഞ്ഞേക്കാം, നമ്മളതിൻ്റെ യോഗങ്ങൾ അനുസരിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. യോഗമില്ലാതെ ഇതൊക്കെ ചെയ്താൽ വലിയ ബുദ്ധിമുട്ട് വരും. ഇതാണ് അവസ്ഥ. എന്തായാലും ഒരു അമ്മ എന്നെ വിളിച്ചു. എന്താണ് പ്രശ്നം? മകൾ മൗനിയാണ്, സംസാരിക്കുന്നില്ല. ഞാൻ വെച്ചാൽ എന്ത് പറ്റി? അല്ല, അവൾ നല്ലപോലെ സംസാരിക്കുമായിരുന്നു, ഇപ്പോൾ സംസാരിക്കുന്നില്ല. അതെന്താണ്? വല്ല പ്രേമത്തിൽ കുടുങ്ങി വല്ല ചെറുപ്പക്കാരുമായിട്ടുള്ള വിഷയമാണോ? അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചു. അവളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, 2 പഠിക്കാനും ഒന്നും ഇല്ല, വിവാഹം എന്തായാലും തീർച്ചയായും വേണ്ട, നിശബ്ദയായിട്ട് ജീവിക്കുകയാണ്. നല്ലവണ്ണം വാചാലമായി സംസാരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്. വേറെ പ്രണയത്തിലോ ഒന്നും കുടുങ്ങിയിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനല്ലല്ലോ, എന്നാൽ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്നാൽ പിന്നെന്താ? അപ്പോൾ കൊടുത്തു നമ്പർ. ഞാൻ പറഞ്ഞു മോളെ ഒന്ന് മാറി നിൽക്കൂ, സ്വാമി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു മോളെന്താ ഇപ്പോൾ വാചാലമായി സംസാരിക്കുന്നില്ലേ? ഇല്ല. ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നത് നിർത്തിയോ? അത് നിർത്തി. വീണ പഠിക്കുന്നത് നിർത്തിയോ? അതും നിർത്തി. കൂട്ടുകാരികളിൽ നിന്നെല്ലാം അകന്നു മാറിയാണോ സഞ്ചരിക്കുന്നത്? അതെ. എന്താണ് പറ്റിയത്? അപ്പോൾ ഒന്നുമില്ല സ്വാമി, എനിക്കൊന്നും പറ്റിയിട്ടില്ല. മോളെ കല്യാണം കഴിക്കുന്ന ആലോചിക്കട്ടെ? വേണ്ട. അമ്മയ്ക്ക് ദുഃഖമില്ലേ? അച്ഛനും അമ്മയ്ക്കും ദുഃഖമില്ലേ? ഒരു മകളല്ലേ ഉള്ളൂ? അല്ല, അനിയത്തിയും ഉണ്ട്. ഞാൻ പറഞ്ഞു ശരി, അനിയത്തി എങ്ങനെ? അനിയത്തി കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് കല്യാണം വേണ്ട. ഞാൻ പറഞ്ഞു കുട്ടിയെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. കുട്ടി ആദ്യം കാണാൻ തയ്യാറായില്ലെങ്കിൽ പോലും അച്ഛനും അമ്മയും കൂടെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. എന്താണ് സംഭവം? ഞാൻ അവരെ മാറ്റി നിർത്തിയിട്ട് കുട്ടിയോട്ട് സംസാരിച്ചു. സ്വാമി, ഞാൻ പറയുന്ന ആരോടും പറയരുത്. ഞാൻ പറഞ്ഞില്ല, പറയില്ല. പേര് മാറ്റി എൻ്റെ പേര് പറയരുത്. സ്വാമി, എനിക്ക് പേടിയാണ്, ഞാൻ സ്വാമിയുടെ പ്രോഗ്രാം എല്ലാം കാണും, സ്വാമി ഇതാ DNA പോയിരുന്ന് പറയും. ഞാൻ പറഞ്ഞില്ല, പറഞ്ഞോളൂ. എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ഈ പെൺകുട്ടി നല്ല പെൺകുട്ടിയാണ്, പക്ഷേ പെൺകുട്ടിക്ക് ഒരാളോട് പ്രണയം തോന്നി. ആ പ്രണയം തീഷ്ണമായി 9 വർഷം ഒരാളെ പ്രണയിച്ചിട്ട് ആ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാളേ ഉള്ളൂ. ആരാണ്? ഈ പ്രണയിക്കുന്നവൻ. അവൻ ഈ കുട്ടിയുടെ പ്രണയം അറിഞ്ഞിട്ടേ ഇല്ല. ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മോളെ നിങ്ങൾ അവനോട് പറയാത്ത? എനിക്ക് നിങ്ങളൊരു ഇഷ്ടമുണ്ടെന്നൊരു കത്തെങ്കിലും എഴുതി വെക്കേണ്ടത്. ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ആ 9 വർഷം ഇവളുടെ സ്വപ്നങ്ങൾ ആ പുരുഷനോട് പുരുഷനെ സ്നേഹിച്ചു, അവനോടൊപ്പം ജീവിക്കുന്നത് സ്വപ്നം കണ്ടു, അവൻ്റെ കുട്ടികളെ പ്രസവിക്കുന്ന സ്വപ്നം കണ്ടു, അവനുമായിട്ട് ഗൃഹത്തിൽ താമസിക്കുന്നതും യാത്ര ചെയ്യുന്നതും ജീവിതത്തിൻ്റെ അവസാന കാലം വരെ, വാർദ്ധക്യം വരെ ആ കുട്ടി സ്വപ്നം കണ്ടു. അപ്പോഴാണ് ഇയാൾക്ക് വിവാഹം ഉറപ്പിച്ച കാര്യം അറിയുന്നത്. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി വെപ്രാളമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ പറഞ്ഞു ഞാനിങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് അയാൾ പറഞ്ഞത് ഞാൻ എത്രയോ കാലമായി കല്യാണം കഴിഞ്ഞ്. എന്നാൽ അയാൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു പെൺകുട്ടി പണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു, ഇദ്ദേഹത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് പോയി, ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചു. അയാൾ വളരെ നിരപരാധി, നല്ലവനാണ്. ആ മരിച്ച പെൺകുട്ടിയെ ഇയാൾ കണ്ടുമുട്ടുകയും ഇയാൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഈ പെൺകുട്ടി അയാളോട് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും മറ്റേ കുട്ടിയെ കല്യാണം കഴിക്കില്ല.
അവളെന്നോട് പറഞ്ഞു, എനിക്ക് മറ്റൊരു പുരുഷനെ സങ്കല്പിക്കാൻ പോലും വയ്യ സ്വാമി. രണ്ടു കണ്ണിക്കൂടി ഇങ്ങനെ കരഞ്ഞു. ഒരു മാറ്റം വരാൻ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു മാറ്റം ഉണ്ടാവട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അച്ഛനമ്മമാരോട് പറഞ്ഞു, തൽക്കാലം ഇവളെ വിവാഹത്തിന് നിർബന്ധിക്കേണ്ട, ഇവളെ ഒന്ന് മാറ്റി നിർത്തൂ, ഇവളെ ഇഷ്ടമുള്ളിടത്ത് ജോലിക്ക് പോട്ടെ. നല്ല കുട്ടിയാണ്, കാണാനുമൊക്കെ നല്ല ശാരീരിക സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളങ്ങ് സ്നേഹിച്ചു പോയി. പറയേണ്ട ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പെൺകുട്ടികളുണ്ടോ നമ്മളൊന്ന് തിരിച്ചറിയണം. പക്ഷേ അനിയത്തി നല്ല ബോൾഡാണ്. അപ്പോൾ ഇങ്ങനൊരു ദുഃഖം എനിക്ക് ആ ചെറുപ്പക്കാരനോട് ബഹുമാനം തോന്നി. ഇന്നത്തെ കാലത്താണെങ്കിൽ അവളെയും പ്രേമിക്കും, ഇവളെയും പ്രേമിക്കും, മൂന്നാലെണ്ണത്തിന് ഒരുമിച്ച് പ്രേമിക്കും, എന്നിട്ട് വേറൊരെണ്ണത്തിനെ കല്യാണം കഴിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ പോകുന്നത്, അല്ലേ? അങ്ങനെയല്ല നമ്മൾ പോകുന്നത്. ഇന്നത്തെ കാലഘട്ടം അതാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ സ്വഭാവവും ലോകത്തിൻ്റെ കാര്യങ്ങളും. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളതിനെയൊക്കെ കൊല്ലാം, ഇഷ്ടമുള്ളതിനെയൊക്കെ തിന്നാം. പക്ഷെ പരിണിത ഫലങ്ങളും കൂടെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരാൾ നാഗത്തിനെ എടുത്ത്, ഒരു തെറ്റും ചെയ്യാത്തൊരു നാഗം, അത് മുറിക്കകത്തോട്ട് കയറി വന്നതേ ഉള്ളൂ. അത് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആരാണ്ട് കല്ലെറിഞ്ഞപ്പോൾ അതെവിടെ മാറിയിരുന്നതാണ്. ആ മുറിഞ്ഞ നാഗം ഇയാളുടെ വീട്ടിലേക്ക് കയറി, അത് അവിടെ ഇരുന്ന് ചത്തു. എന്നാൽ ഇയാളതെടുത്ത് വല്ല വെള്ളത്തിലും കൊണ്ട് ഒഴുക്കി കളഞ്ഞാൽ അതങ്ങ് വെള്ളത്തിൽ കൂടെ പോയാനേ. ഇദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇദ്ദേഹം ഇതിനെ എടുത്ത് ഒരു കുഴിയെടുത്ത് എല്ലാം കൂടെ വറക്കിയിട്ട് വിറവും എല്ലാം കൂടെ വെച്ച് നെയ്യും കൂടെ ഒഴിച്ചങ്ങ് ദഹിപ്പിച്ചു. ഇപ്പോഴുള്ള അവസ്ഥ എന്തറിയോ? ഒരു പശു അങ്ങ് പോയി. അത് ഇതാണ്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വേണമെങ്കിൽ ചോദിക്കാം, സ്വാമി അത് ഇതുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? നാഗശാപം. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം എടുത്തപ്പോഴാണ് അറിയുന്നത്, പൂർവ്വജന്മത്തിനും ഇദ്ദേഹം നാഗക്കാവ്, ഒരു നാഗക്കാവിൽ അഗ്നിക്കിരയാക്കിയിട്ടുള്ളൊരു ജന്മമാണ് നാഗക്കാവ്, സർപ്പക്കാവ്. ആ കാവിൻ്റെ ആ ഒരു നാഗം, ആ നാഗത്തിന് ഈ ജന്മത്തിൽ അദ്ദേഹം ഈ ദുഃഖം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു കർമ്മം ചെയ്തേ പറ്റൂ. അപ്പം ഞാനിതുകൊണ്ട് പറയുന്നത്, നമ്മൾ എത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും പൂർവികമായിട്ടുള്ള പൂർവ്വജന്മത്തിൽ നിന്ന് പൂർവികതയിലേക്ക് വരികയും പൂർവികന്മാരാൽ നമ്മളിൽ നിന്നുള്ള ദോഷത്തിൻ്റെ ഒരു ദുരിതം നമ്മളിലേക്ക് വന്ന് അത് അനുഭവിച്ചത്. ഞാനിപ്പോൾ ധൂമച്ചാവ് എന്ന് പറയുന്ന ഒരു മാന്ത്രിക നോവൽ എഴുതുന്നുണ്ട്. അതിനകത്ത് ഞാൻ പൂർവ്വജന്മത്തിൽ ഒരാൾ ചെയ്ത ചെറിയൊരു 11 വയസ്സുള്ള ഒരു കുട്ടി ചെയ്ത, ഇത് റിയൽ കഥയാണ്, 11 വയസ്സുള്ള ഒരു പെൺകുട്ടി ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ അവൾ ഈ ജന്മത്തിൽ അവൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മഹാദുരന്തത്തെക്കുറിച്ചുള്ള ഒരു റിയൽ സംഭവത്തിൽ നിന്ന് അടർത്തിയെടുത്തൊരു കഥയാണ് ധൂമച്ചാവ് എന്ന് പറഞ്ഞാൽ. ഡിസംബറിൽ ഇറങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ തിരിച്ചടി ഉണ്ടാകുന്നതാണോ? നമ്മളെ സ്നേഹിച്ചവരെ നമ്മൾ തള്ളിപ്പറയുന്നുണ്ടോ? നമ്മളെ ഒരു കാലത്ത് സഹായിച്ചവരെ നമ്മൾ തള്ളിപ്പറയുന്നുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം തന്നവരെ നമ്മൾ തള്ളിപ്പറയുന്നുണ്ടോ? ഒരു കാലത്ത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചവരെ നമ്മൾ തള്ളിപ്പറയുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സന്താന പരമ്പരകളിൽ നിന്ന് വളരെ മോശകരമായിട്ടുള്ള, അനുഭവിക്കാൻ പറ്റാത്ത തീക്ഷ്ണമായിട്ടുള്ള ദുരിതപൂർണമായ ജീവിതം നമുക്ക് കണ്ട് മരണമില്ലാതെ നമ്മൾ അത് അനുഭവിക്കേണ്ടി വരും. മരുന്ന് പോലും നമ്മളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല, ഒരു ഭഗവാനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് പൂരുരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ പറയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാം പറയുന്ന പോലെ നല്ല കാലമാണോ എന്ന് ചോദിച്ചാൽ, നല്ല കാലവും ദോഷകാലവും കൂടെ ഇടകലർന്ന സമ്മിശ്രിതമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് ഏത് ഭഗവാന്റെ അടുത്താണ് ചോദിക്കേണ്ടതെന്നാണ്. ഏത് ദൈവത്തിനോടാണ് ചോദിച്ചാലോ, ഏത് ദൈവജ്ഞൻ്റെ അടുത്താണ് ചോദിച്ചാലാണ്, ഏത് സ്വാമിമാരുടെ അടുത്താണോ, ഏത് ജ്യോതിഷ പണ്ഡിതനാണ് ചോദിച്ചാൽ എന്തൊരു പരിഹാരം. കാരണം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുറേ കാലമായിട്ട് ഈ അടിത്തറയുള്ള, എല്ലാവർക്കും ഇല്ല, ഒരു 1/6 പേർക്ക്, 1% ആൾക്കാർക്ക് മാത്രമേ ഗുണകരമായിട്ടുള്ള അവസ്ഥയുള്ളൂ. അതുപോലും സാമ്പത്തിക ബന്ധനം ഉണ്ടാകാനുള്ള കാര്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിന് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടാകുക, നട്ടലിന് ക്ഷതമുണ്ടാകുക, നട്ടലിൽ നിന്ന് കാലിൻ്റെ ഉപ്പൂറ്റിലേക്ക് വേദന ഉണ്ടാകുക, ചെവികൾക്ക് പ്രശ്നം ഉണ്ടാകുക. ചെവികൾ ബ്രെയിനിൽ നിന്നുള്ള വലിയ മാരകമായൊരു രോഗവുമില്ല, ഓവർ സംഘർഷങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നാഗപരിഹാരങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. നാഗങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ചെയ്യുക, മണ്ണറശാല പോയി പരിഹാരങ്ങൾ ചെയ്യുക. തിരുവനന്തപുരം ഭാഗത്തുള്ളവരാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള തിരുവനന്തപുരത്ത് നാഗർകോവിലിൽ പോയിട്ട് നാഗക്ഷേത്രത്തിൽ അവിടെ മഞ്ഞളും പാലും കിട്ടും. അവിടെ ആൽമരത്തിൻ്റെ ചുറ്റും ഇരിക്കുന്ന നാഗങ്ങൾക്ക് പാലും മഞ്ഞളും ഒഴിച്ച്
പിന്നെ ഉപ്പ് ദക്ഷിണയായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാകും. അടുത്ത 30 ദിവസം ചിങ്ങമാസം വരെയുള്ളൊരു കാര്യത്തിന് പൂരുരുട്ടായ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്, ഇരുമ്പ് സാധനങ്ങളിൽ നിന്ന് കൈകാലുകൾ മുറിയുന്ന അവസ്ഥ ഉണ്ടാണെങ്കിൽ ഇരുമ്പ് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കൈകാലുകൾ വാതിലടയിലേക്ക് അടഞ്ഞു പോകാതെ വാതിലടയ്ക്കുമ്പോൾ അശ്രദ്ധമായി ജീവിക്കുമ്പോഴുണ്ടാകുന്ന ചില ദോഷങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും കടം കൊടുക്കാതിരിക്കുക, കടം വാങ്ങാതിരിക്കുക. ചിങ്ങമാസം വരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും അത് കടന്നു പോകാനുള്ളൊരവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.